നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്ന ഒരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് രസം ഉണ്ടാക്കുന്നത്. എനിക്കാണ് രസം കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടം തോന്നും. ആരെങ്കിലൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രസം കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നില്ല ആരും വേണ്ടാന്ന് പറയാൻ തോന്നില്ല. ചെറിയ ചൂടോട് കൂടിയിട്ട് രസം വലിച്ചു കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ മിക്ക വീടുകളിലും ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. നമ്മൾ പല തരത്തിലുള്ള രസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുരുമുളക് രസമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നാട്ടിലൊക്കെ ഇപ്പോൾ മഴക്കാലമല്ലോ. പക്ഷേ നാട്ടിൽ ഇപ്പോൾ ഈ വർഷം മഴ ഭയങ്കര കുറവാന്ന് പറഞ്ഞത്. എനിക്കോടെ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇതൊക്കെ കുടിക്കുന്നത് ഇങ്ങനെ നീര് വീഴ്ചയൊന്നും വരാണ്ടിരിക്കാനൊക്കെ നല്ലതാണെന്ന് നമ്മുടെ പണ്ടുള്ളവരൊക്കെ പറയാറുണ്ടല്ലോ. കുരുമുളകൊക്കെ ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ചൂടിൻ്റെ സമയമാണ്. പക്ഷേ ഇവിടെ ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ട്. വീട്ടിലേക്ക് വിളിക്കുമ്പോൾ പറയുന്നുണ്ട് നല്ല ചൂടാണ് ഈ വർഷം, മഴയ്ക്ക് വളരെ കുറവാന്ന് പറയുന്നുണ്ട്. പക്ഷേ മഴയൊന്നും പെയ്യുന്ന നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചോട്ടാ. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള സാധനങ്ങൾ നമുക്കൊന്ന്, ഞാനിവിടെ നമ്മുടെ ഉള്ളി ചതയ്ക്കുന്ന കല്ലുണ്ടല്ലോ, ആ കല്ലിൽ വെച്ചിട്ടാണ് ഒന്നിങ്ങനെ മിക്സിയിലിട്ടിട്ട് അരയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കില്ലേ, വെള്ളം ചേർക്കാണ്ട് എടുക്കില്ലേ, അതേപോലെ ജസ്റ്റ് ഒന്ന് അങ്ങനെ ക്രഷ് ചെയ്തിട്ട് അങ്ങനെ അരച്ചിട്ട് എടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട, മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക. അത് നമുക്ക് കല്ലുമ്മ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കല്ലുമ്മ വെച്ചിട്ട് നമ്മൾ ഒതുക്കി എടുക്കില്ലേ, ചതച്ചിട്ട് എടുക്കില്ലേ, അതേപോലെ എടുക്കുക. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. മെയിനായിട്ട് നമുക്ക് കുരുമുളക് വേണം, പിന്നെ വെളുത്തുള്ളി വേണം, കറിവേപ്പില വേണം, ചെറിയ ജീരകം വേണം, പിന്നെ ഞാൻ തക്കാളി കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ചിലർ ഈ കുരുമുളക് രസം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തക്കാളി ചേർക്കാറില്ല. പക്ഷെ തക്കാളി കൂടി ചേർത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ എനിക്ക് തക്കാളിയും കൂടിയിട്ട് ചേർക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളിയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ചിലർ രസം ഉണ്ടാക്കുമ്പോൾ ഈ പരിപ്പ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ അത് ചേർക്കും, രസത്തിന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്, ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലർ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കഞ്ഞി വെള്ളത്തിൻ്റെ തെളിവെള്ളം എടുത്തിട്ട് അതും ചേർക്കും. പക്ഷെ നമ്മൾ സാധാരണ വെള്ളമാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്തട്ടെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള അരച്ചെടുക്കാനുള്ള സാധനങ്ങളുണ്ടല്ലോ, അത് നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം. കള്ളായിക്കൊണ്ടൊന്ന് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമില്ല കേട്ടോ. ഇതിനകത്ത് കുറച്ച് കുരുമുളക് ഞാൻ ആദ്യം ചതച്ചത് ഇതിനകത്ത് കിടക്കണതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് വെളുത്തുള്ളി, ഒരു കൂട് വെളുത്തുള്ളിയാണ് ഉണ്ടായിരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ 2, 4, 6, ഒരു 8 വലിയ വെളുത്തുള്ളി. പിന്നെ വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ, ഒരു 1/2 ടേബിൾ സ്പൂണും കൂടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ ചെറിയ ജീരകം ഒരു 3/4 ടേബിൾ സ്പൂൺ, കൈ കണക്കാട്ടെ, 3/4 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് കറിവേപ്പില. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ഒതുക്കിയിട്ടെടുക്കാം. ആദ്യം ഈ കുരുമുളകും ജീരകം ഒന്നാണ്ട് ഒതുക്കി കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ചതച്ചാൽ മതിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വെളുത്തുള്ളിക്ക് ഒരു നനവ് വരുമല്ലോ. അപ്പോൾ അത് കുരുമുളകും ജീരകവും നമുക്കൊണ്ട് പൊടിഞ്ഞെടുക്കാം. ആഹാ, വെളുത്തുള്ളി ഓക്കെ. ഇടയ്ക്ക് വെളുത്തുള്ളി അത് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. ഇവിടെ വെളുത്തുള്ളി ചാടി പോകുന്നുണ്ട്. സ്റ്റൈലിലിട്ടത്, പക്ഷേ സ്റ്റൈല് ശരിയല്ല. ഇത് നല്ല കല്ലാട്ടാ. എൻ്റെ അടുത്ത് നിങ്ങൾ ആരെങ്കിലൊക്കെ ഇത് കല്ല് കാണുമ്പോൾ ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് വാങ്ങിച്ചിരുന്നത്. ഇത് നമ്മൾ ഇവിടെ കോസ്കോ എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെ നിന്നാണ് വാങ്ങിച്ചത്. നമ്മൾ വാങ്ങിച്ചിട്ട് കുറേ നാളായിട്ടുണ്ട്. ഇപ്പം എപ്പോഴും വരാറില്ല, സാധാരണ അവിടെ സമ്മർ ടൈമിലാണ് വരാറുള്ളത്. അല്ലെങ്കിൽ ഇത് ആമസോണിലുണ്ടല്ലോ, ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ. നല്ലതാണ്, കാരണം നല്ല കുഴിയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ നല്ലതാണ്. ഞാൻ മസാലയൊക്കെ ചൂടാക്കിയിട്ട് മിക്കപ്പോഴും കുറച്ചൊക്കെ ആവശ്യം വരുമ്പോൾ ഇതിനകത്ത് ഇട്ടിട്ട് പൊടിച്ചിട്ടെടുക്കുക. കുരുമുളകൊക്കെ ഇതിനകത്ത് വെച്ചിട്ട് എടുക്കാൻ വേണ്ടി നല്ല എളുപ്പമാണ്. കാരണം നമുക്ക് സാധാരണ ബീഫൊക്കെ വെളുത്തുമ്പോഴാണ് നമ്മൾ കുരുമുളക് കൂടുതൽ ചേർക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് നല്ല ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുരുമുളകും ജീരകമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വെളുത്തുള്ളി ചേർക്കട്ടെ.
ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതോടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് നമ്മുടെ രസത്തിലേക്ക് നമുക്ക് വാളംപുളി വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. രസമാകുമ്പോൾ കുറച്ചിങ്ങനെ വെള്ളം പോലെ ഇരിക്കണമല്ലോ. അപ്പോൾ ഈ വെള്ളത്തിന് പകരമാണ് ഞാൻ പറഞ്ഞത് ഒന്നല്ലെങ്കിൽ കഞ്ഞാളം എടുക്കുക, അല്ലെങ്കിൽ പരിപ്പിൻ്റെ വെള്ളം എടുക്കുക. അങ്ങനത്തെ വെള്ളമാണ് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് വേറെ സാധാരണ വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ പുളി പിഴിഞ്ഞെടുക്കാന്ന് അറിയില്ല, അങ്ങനെ പിഴിഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ അത് ഇത്രയ്ക്ക് വലുപ്പമുള്ള ഒരു പുളിയാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഉരുട്ടിയെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്രയ്ക്കുള്ളത് നമ്മൾ സാധാരണ ഒരു നെല്ലിക്കയുടെ വലുപ്പമുള്ള പുളി. നെല്ലിക്കയുടെ വലുപ്പത്തിനേക്കാളും കുറച്ച് വലുപ്പം ഇട്ടിട്ട് അപ്പോൾ അതൊന്ന് ഈ വെള്ളത്തിൽ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളിയും ചേർക്കണുണ്ടല്ലോ. പിന്നെ ഇതിലേക്ക് നമുക്ക് പിന്നെ വേണ്ടത് മല്ലിയില, അതെൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഞാനും രസമൊക്കെ ഉണ്ടാക്കല് വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ. ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിക്കും. പക്ഷേ ഉണ്ടാക്കല് വളരെ കുറവാണ്. അവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പറയാറുണ്ട് രസം ഉണ്ടാക്കുന്നത്. അത് നല്ല എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് എണ്ണയുടെ ടേസ്റ്റിന് കൂടുതൽ ഇഷ്ടം. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് എണ്ണയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ റെഡിയാക്കിയിട്ട് എടുക്കുക. വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ റെഡിയാക്കിയിട്ട് എടുക്കുക. പക്ഷേ ഇങ്ങനെ രസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് ശരിക്കും നമ്മുടെ നല്ലെണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെസമി ഓയിൽ, നമ്മുടെ എള്ളിയിൽ എടുക്കണ ഓയിൽ, നമ്മൾ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുക്കണ ഓയിൽ ഉണ്ടല്ലോ, ആ ഓയിൽ. മറ്റേ കടുകെണ്ണയല്ല കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, ഏകദേശം അളവിൽ ഓയിൽ. ഓയിൽ ഈ നല്ലെണ്ണ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് അത് ചൂടാവണം. അപ്പോഴായിരിക്കും അതിൻ്റെ ഒരു പച്ചയുടെ കുത്തുണ്ടാവും. ആ കുത്ത് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോൾ നല്ലെണ്ണ എടുക്കുമ്പോഴായിരുന്നാലും നന്നായിട്ട് ചൂടാക്കാം. പക്ഷേ ചൂടാക്കാന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പുക കയറ്റരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ പച്ച ഒരു കുത്തുണ്ട്, അത് പോവും. അപ്പോൾ നല്ല ഫ്ലേവർ വരും. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കണം. ഇതിലേക്ക് നമ്മുടെ ഉണക്കമുളക് ഉണ്ടല്ലോ അത് ചേർക്കുക. അത് 1-2 ചേർക്കുക. ഇപ്പോൾ കുറച്ച് വലുതായത് ഞാനിവിടെ ഇട്ടേക്കുന്നത് മറ്റേ നമ്മുടെ പിരിയമുളക് ഉണ്ടല്ലോ, അതാണ്. ആ മുളക് നന്നായിട്ടൊന്ന് മുരിയണം കേട്ടോ. കടുക് പൊട്ടിയിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇനി നമ്മൾ ഇവിടെ ചതച്ച് റെഡിയാക്കിയിട്ട് വെച്ചിട്ടില്ല, അത് ചേർക്കാം കേട്ടോ. നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചോ കേട്ടോ. ഓക്കെ, അപ്പം ഇനി മിക്സിങ് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് പോകണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, കരിഞ്ഞ് പോരുത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കുകയാണ്. അപ്പോൾ തക്കാളി ചേർക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാണ്ടും ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നിങ്ങൾ പുളിവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കായവും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ചേർക്കും. ഇത് പൊടിയാണ്, വലിയ ടേസ്റ്റ് വേണമെന്നുണ്ടാവില്ല. ഇനി തക്കാളി സെപ്പറേറ്റ് നമ്മൾ വഴറ്റണില്ല കേട്ടോ. ഇനി നമ്മുടെ ആ പുളിവെള്ളം നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. അതിനകത്ത് കിടന്നിട്ട് നമ്മളിനി നന്നായിട്ടൊന്ന് തിളപ്പിക്കും. ഓക്കെ, അതിൻ്റെ ആ വറ്റൻ നമ്മൾ മാറ്റിയിട്ടുണ്ടായില്ലല്ലോ. ഇതിനകത്ത് ആ പുളിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിനകത്ത് ഇറങ്ങില്ല കേട്ടോ. ഇനി നമ്മുടെ രസം നന്നായിട്ടൊന്ന് തിളക്കിയിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ തക്കാളി കയറുന്നാലും ഇതിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സായിട്ട് വന്നോളും. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഈ രസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ മല്ലിയിലയുടെ തണ്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രസത്തിൽ ഇടാൻ വേണ്ടിയിട്ട് നല്ലത് തണ്ടാട്ടോ. രസത്തിൽ തണ്ട് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മല്ലിയിലയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മുടെ രസം ഒരു 10 മിനിറ്റ് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അത്രയ്ക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ചേർക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ നല്ല സിമ്പിളും നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കുരുമുളക് രസം റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല മണ.
രസം ഒരു സമയത്തും തുറന്നു വയ്ക്കരുത്, മൂടി വയ്ക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ പോകും. നല്ല ചൂടുണ്ട്, ചൂടായിരിക്കട്ടെ. നല്ല വെതറ, നമുക്ക് പുറത്ത് കൊണ്ട് വെച്ചിട്ട് കുടിക്കാം. നമ്മുടെ ആസ്മി കുട്ടൻ പുറത്തുണ്ട്, കാണുക. അപ്പൊ അങ്ങനെ നമ്മുടെ രസം ഞാനൊന്ന് കുടിച്ചോട്ടെ കേട്ടോ. ഞാനിവിടെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ ഇരിക്കുമ്പോ നല്ല രസമല്ലേ, ഇവിടെ ബാക്കിൽ പോവാൻ കാണാൻ വേണ്ടിട്ട്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഈ കുടിച്ചോട്ടെ. രസത്തിന്റെ ടേസ്റ്റ് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല എരിവൊന്നും അങ്ങനെ കൂടുതലൊന്നും ഇല്ല കേട്ടോ, നല്ല രസമുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റിയും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള രസമാണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. എനിക്ക് രസം ഇങ്ങനെ കുടിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം കുറച്ച് ചോറ് എടുത്തിട്ട് രസം കൂടുതൽ ഒഴിച്ചിട്ട് നമ്മൾ കഴിക്കില്ലേ, അങ്ങനെ കഴിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാണ്, പക്ഷെ കുറച്ച് ചോറും പറ്റും കൂടിയിട്ട് അതിനകത്ത് വരുമ്പോഴാണ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇഷ്ടം. എനിക്ക് എങ്ങനെയാണ് കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ കഴിക്കാം. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമ്മളാ പൂക്കള് ഓരോ ദിവസം ചെല്ലും തോറും കുറേ പൂക്കള് വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും പോകാൻ നോക്കിക്കേ. ഞാൻ ആസ്മിങ്ങോട്ടിന് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് പോയി എന്നാണ് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക്. അവിടെ നമ്മുടെ ബാക്കിലെ തോട്ടത്തിലേതായാലും കണ്ടമാനം പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകണില്ല, അവിടെ നല്ല വെയിലാണ്. വെന്തിമയ്ക്ക് നോക്കിക്കേ, നന്നായിട്ട് പൂ ഇട്ടിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഡാലിയപ്പൂ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ പൂവിൻ്റെ ഭംഗി പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ അവിടെ സൈഡിലായിട്ട് വേറൊരു വെള്ള ഡാലിയ നിൽക്കുന്നുണ്ട്. അത് ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ട് കേട്ടോ ഈ സമ്മർ ആകുമ്പോൾ. ഇതെന്ത് സാധനമാണ്, അവിടെ ഒന്ന് വീണതാ പോ, പേട്ടാളിലാന്ന് തോന്നുന്നു. അവിടെ കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നാളെ ദിവസം അവിടെ കൂടുണ്ടാക്കിയിട്ട് ഞാൻ എടുത്ത് കളഞ്ഞതാ. പല ആൾക്കാരും വരും ഇതേപോലത്തെ ആൾക്കാർ ഇവിടെ സമ്മറാകുമ്പോൾ. എല്ലാ ആൾക്കാരും ഈ വെള്ളപ്പൂവുണ്ടല്ലോ അതുമേണ് ആൾക്കാർ. എല്ലാ ചെടികളും ഉണ്ട് വേണ്ട ആൾക്കാർ. പിന്നെ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ കൂട് കളയും ഇവിടുന്ന്. പിന്നെ നമ്മുടെ 4 മണിപ്പൂ വിരിഞ്ഞിട്ടില്ല കേട്ടോ. 4 മണി ആയിട്ടില്ലല്ലോ. 4 മണി ആകുമ്പോൾ ആൾ വിരിയുള്ളൂ. ആൾ ഉറക്കത്തിലാണ്, ഭയങ്കര മടിയനാ. 4 മണി ആയാൽ മാത്രമേ കണ്ണു തുറക്കുള്ളൂ. ഇപ്പം ഇത്രയ്ക്ക് നന്നായിട്ട് സൂര്യപ്രകാശം വന്നിട്ടുണ്ട്, എന്നാലും ആൾ കണ്ണു തുറന്നിട്ടില്ല. കണ്ണു തുറന്നേക്കണ വേറൊരാളുണ്ട് ഇവിടെ, നമ്മുടെ 10 മണിപ്പൂ. പക്ഷേ ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു 2:30 ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉച്ചയ്ക്ക്.